സുഹൃത്തുക്കളെ, എനിക്ക് 4 വരി കീറ്റാനുണ്ട്. ആശാന്റെ നാടൻ ശൈലിയിൽ നിന്നും ചീന്തിയെടുത്ത 4 വരികൾ. ഇണ്ടറക്കം ഇണ്ടറക്കം ഇളകി ഇളകി ആശാൻ ഇളകി, തുള്ളി തുള്ളി ആശാൻ തുള്ളി, കാശി വാങ്ങി നക്കിയില്ലേ നക്കി നക്കി, നെഞ്ചത്ത് കുത്തിയില്ലേ കുത്തി കുത്തി, നന്ദി കെട്ട മലയാളി പൊക്കോ പൊക്കോ, നന്ദി കെട്ട മലയാളി പൊക്കോ പൊക്കോ, നമ്മളല്ല ആശാന പൊക്കോ പൊക്കോ, നമ്മളല്ല ആശാന പൊക്കോ പൊക്കോ. കടക്ക് പുറത്ത് എന്നൊരാട്ടായിരുന്നു. ആട്ടോടാട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആട്ടോടാട്ടാണല്ലോ. ആട്ടിയിട്ടും മതിയാകുന്നില്ല എന്നാണ് മലയാളികൾ പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ കാലമല്ലേ അങ്ങനെയല്ലല്ലോ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത്. ഇത് ഞങ്ങളുടെ കാലമല്ലേ, ഞങ്ങളുടെ കപ്പിത്താന്റെ കാലമല്ലേ. എന്റെ കപ്പല് പിളർന്നു. എങ്ങനെ ഇരിക്കുന്നു? ജനങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ സമ്മതിച്ചോ ജനവിരുദ്ധ വികാരമെന്ന്? ജനവിരുദ്ധ വികാരമല്ലേ കണ്ടത്. ഞങ്ങൾ UDF അല്ല, നിങ്ങൾ പറഞ്ഞത് മറ്റേ UDF ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കി വോട്ട് മേടിച്ചെന്നാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു വോട്ട് കൊണ്ടുപോയോ? BJP കൊണ്ടുപോയതോ? BJP ആരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടായിരുന്നു? പോയോ? കയ്യിൽ നിന്ന് പോയോ? ആർക്കാ കയ്യിൽ നിന്ന് പോയത്? കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ ആശാന്റെ വായിന്ന് എന്തുവായിരുന്നു പോയത്? അത് നാടൻ ശൈലി പറയുന്ന മനുഷ്യനല്ലേ, അത് ആ മനുഷ്യന്റെ ശൈലി. ആ നാടൻ ശൈലി മിക്കവാറും നിങ്ങൾക്ക് നിയമസഭയിൽ നല്ല ഒന്നാന്തരം പണി തേറ്റും. അത് പിന്നെ നോക്കൂ എന്റെ മാനവരെ, നിങ്ങൾ ഇന്നലെ കേട്ടില്ലായിരുന്നു ഞങ്ങളുടെ കാശ് മേടിച്ച് ഞണ്ണിയിട്ട് ഞങ്ങൾക്കിട്ട് കുത്തിയേക്കുന്ന നന്ദി കെട്ടവന്മാരെന്ന്. ആരോടാ? നമ്മളോട്, മലയാളികളോട്. പെൻഷൻ കാശ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തായിരുന്നോ കൊടുക്കുന്നത്? ആശാന്റെ തറവാട്ടിൽ നിന്ന്, തായ്ക്കണ്ടിയിൽ കുടുംബത്തിൽ നിന്ന് പോട്ടെ, AKG നിങ്ങളുടെ സെന്ററിൽ നിന്നായിരുന്നോ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഈ കാശ് എവിടുന്നായിരുന്നു കൊടുക്കുന്നത്? ഖജനാവ് ആരുടേതാ? ജനങ്ങളുടെ. അത് നിങ്ങളുടെ ആശാനെ പണഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഈ നാടൻ ശൈലിയും കൊണ്ട് എല്ലായിടത്തും അങ്ങ് കയറി നിരങ്ങാൻ ചെല്ലരുത്. നാട്ടുകാർ പറ്റിച്ചു വിടും. അതെങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഒന്നാമത്തെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ വിഷമോ തോറ്റേന്റെ വിഷമൊക്കെ ഉണ്ട്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരു അണിയുന്ന രീതിയിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. UDF വാരിയെടുത്തോണ്ട് പോയില്ല. ഇത് തിരുവനന്തപുരം BJP കൊണ്ടുപോയില്ലേ? ഞങ്ങൾ ഇങ്ങനെ സന്തോഷിക്കാം. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അത് മറന്നു പോയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നൗകയുമായി ആര്യ കപ്പല് തള്ളി വന്നു. വല്ലാത്ത ദുഃഖത്തിലായിരുന്നല്ലേ? 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് ആ ദുഃഖത്തിലൊന്ന് പങ്കുചേരും. അങ്ങനെ 2 മിനിറ്റ്. എല്ലാം പോയി. താമര വിരിഞ്ഞ നിന്നെയൊക്കെ മടല് വെട്ടി അടിക്കും ഇവിടുത്തെ മലയാളികള് കേട്ടല്ലോ. മിണ്ടരുത്. എന്താ ഇവരെ പറയണ്ട മത്തങ്ങ തലയന്മാരെ, മിണ്ടരുത്. ഈ കേരളത്തിന്റെ അധികാരം ആ താമരകളുടെ വയലിലും കൈ കൊണ്ട് കൊടുത്താ നിന്നെയൊക്കെ മടല് വെട്ടി തല്ലും. അച്ഛനെ UDF കൊണ്ടുപോകും. അടുത്ത വർഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ? ഞങ്ങളുടെ 10 വർഷത്തെ പ്രവർത്തനം ഒന്നും ജനങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. 10 വർഷം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ 10 വർഷത്തെ പ്രവർത്തനം ഇവിടെ കണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വികസനമൊക്കെ ചെയ്തു, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അഹമ്മതി, അഹങ്കാരം, ധാർഷ്ട്യം, ഏകാധിപത്യം, പുച്ഛം, ഇതും കൊണ്ടൊക്കെ അങ്ങ് തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ അങ്ങ് സഹിക്കുമെന്നാണോ കരുതുന്നത്? എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്? മറ്റേ ചെടിച്ചട്ടിക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നു, ഹെൽമെറ്റിന് തലയ്ക്കടിക്കുന്നു, എന്നിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നു അത് രക്ഷിക്കൽ പ്രവർത്തനമായിരുന്നു. നിങ്ങൾക്ക് ആ രക്ഷിക്കൽ പ്രവർത്തനത്തിന് വോട്ട് കുത്തി. തീർന്നില്ല. ഞാൻ പറയട്ടെ. ഞാൻ ഓരോന്നായിട്ട് വരട്ടെ. പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട പത്മകുമാർ വാസു സാധനങ്ങളെ ചേർത്ത് അതിനും നാട്ടുകാർ കുത്തി. പിന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ എത്ര അഴിമതി ആരോപണങ്ങൾ, അതിനും ജനങ്ങൾ കൊണ്ടുവന്നങ്ങ് കുത്തി. ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ, ചിന്താ ജെറോം, വീണ ജോർജ്, PK ശ്രീമതി, KK ശൈലജ, PK ശ്യാമള തുടങ്ങി ഇത്യാദി സഖാത്തികളുടെ കയ്യിലിരിപ്പ് കാരണം ജനങ്ങൾ പൂച്ചാണ്ടികൾ വാരി വിതറി. 1000 പൂച്ചാണ്ടികൾ. ഞങ്ങൾ സ്ട്രോങ് ആണ്. അതെ
ഈ കുഞ്ഞ് തോൽവിയിലെന്ന് ഞങ്ങൾ തകർന്നു മുങ്ങിയതായിരുന്നു. അത് ഞാൻ തന്നെ. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരും, അതിശക്തമായി ഞങ്ങൾ തിരിച്ചു വരും. ഇന്നലെ എന്തായിരുന്നു വരാഞ്ഞത്? മുങ്ങിയതാണല്ലേ? ഞങ്ങൾ ഓവർ പണിയെടുത്ത് രാഹുലിന്റെ കോഴി തന്നെ നിറച്ചിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നില്ല. എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഗർഭം ചുമക്കേണ്ട ആവശ്യം കേരളത്തിനില്ല. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ രാഹുൽ ഞങ്ങൾക്ക് ഏറിയല്ല. അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കർണാടകയിലേക്ക് പോലീസിനെ വിടുന്നു, തമിഴ്നാട്ടിലേക്ക് വേറൊരു സംഘം പോലീസിനെ വിടുന്നു. ഞങ്ങൾ സ്ത്രീപക്ഷം അല്ലെന്ന് പറയില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയാണോ സ്ത്രീകക്ഷം കാണിക്കുന്നത്? പിന്നെ ഒരു സ്ത്രീകക്ഷം ഇങ്ങനെയാണോ കാണിക്കുന്നത്? പരാതി കൊണ്ടുവന്നാൽ പിന്നെ പ്രതിയെ പിടിക്കണ്ടേ? അധികാരത്തിലിരിക്കുന്ന പ്രതിയെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നിങ്ങളുടെ എത്ര പ്രതികളുടെ കാര്യം? തുടങ്ങി ഇത് പറഞ്ഞാണ് നാട്ടുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. അതെ, നമ്മളിത് പറഞ്ഞില്ലേ നാട്ടുകാർ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. മിണ്ടാതിരുന്നോ? ഇത് ഈ ചെറിയ വിഷമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കാണിച്ച ഊച്ചാളിത്തരങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇമാതിരി പണി മേടിച്ചു. ഞങ്ങൾ കാണിച്ച ബോൾഡ്നെസ് നിങ്ങൾക്ക് ബോൾഡ്നെസ് എനിക്ക് പോടാ. പിന്നെ കണ്ടവന്റെ ഗർഭം താങ്ങാൻ നടക്കുന്നതാണല്ലോ ബോൾഡ്നെസ്. എനിക്ക് പോടും. ഞങ്ങളല്ലേ അഹമ്മദിക്ക് ഓർമ്മ നോക്ക്. താഴെ പാടോ, താഴെ ഇറങ്ങണോ, താഴെ പാടോ. മര്യാദ എന്നെ കൊണ്ട് കൊമ്പത്തൊന്ന് നിലത്തോട്ടിറങ്ങും. എന്നിട്ട് ഇന്ന് ഇവരുടെ പാർട്ടി കൂട്ടമായിരുന്നു വട്ടം കൂടിയിരുന്ന് മറ്റേ AKG സെന്ററിൽ ചർച്ച നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളുടെ പിഴവുകളൊക്കെ ഞങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ വരും. ഞങ്ങൾ വരും. അതൊക്കെ പോട്ടെ. പോരാളി ഷാജി, അമ്പലത്തറ എന്തോന്ന സഖാക്കള്, ചെമ്പട സഖാക്കള് തുടങ്ങി CPM-ന്റെ സൈബർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം ഉണ്ടല്ലോ. അതുങ്ങളെല്ലാം കൂടെ ചന്ന പിന്നെ ഇവരുടെ നേതാക്കളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ആര്യനെ മാത്രമല്ല, നിങ്ങളുടെ പിണറായി വിജയനെ, MV ഗോവിന്ദനെ, മറ്റേ MA ബേബിയെ, മണി. അയ്യോ, നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ തന്നെ വിളിക്കുന്നത്. അവര് പറയുന്നത് എന്തോന്നറിയാമോ? മറ്റേ അധികാരത്തിന്റെ സുഖശീതളിമയിൽ കഴിയുന്ന നേതാക്കന്മാരോടാണ് പറയാനുള്ളത്. നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. നാട്ടുകാർക്കിടയിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണമായിരുന്നു. അങ്ങോട്ട് വോട്ട് പിടിപ്പിച്ച് പിന്നെ എങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് മെനയായില്ല ഇത്തവണ. നിങ്ങൾ മനസ്സിലായില്ലേ? കിറ്റിറക്കേണ്ടതായിരുന്നു. പിന്നെ നക്കാപ്പിച്ചാൻ കൊണ്ട് അങ്ങോട്ട്. പിന്നെ പെൻഷൻ കൊടുത്തതിന് തന്നെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞ ആൾക്കാരാ. ഇനി കിറ്റ് അതെ, ഇതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിക്കുന്നു വേണ്ട. ഈ കുഞ്ഞു തോൽവിയിൽ നിന്നും പരാജയപ്പെടുന്നവരല്ല ഞങ്ങൾ. നോക്കിക്കോ. പക്ഷെ ഭയങ്കര മോങ്ങല AKG സെന്ററിൽ. പക്ഷെ കൂട്ടക്കരച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യോ, നമുക്ക് പൊങ്കാലക്കള്ളിയിലേക്ക് വരികയാണെങ്കിൽ സുനാമി ആയിട്ടാണ് നാട്ടുകാർ ഇപ്പൊ തന്നത്. മിണ്ടാതിരി അവിടെ, ഇനിയും തരും. നമുക്ക് പൊങ്കാലക്കള്ളിയിലേക്ക് വരാം. ഇല്ല, നമ്മൾ പണയം. തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണമല്ലോ. എന്റെ സുഹൃത്തുക്കളെ, എന്തൊക്കെയായിരുന്നു പ്രായം കുറഞ്ഞ മേയർ. ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നേട്ടം ഞങ്ങൾ വഴി ഉണ്ടാകുന്നു. മേയർ മറ്റേ എന്തോന്നാ ഉള്ളിത്തൊലി പൊളിച്ചതിന് അവാർഡ് മേടിക്കുന്നു, കോർപ്പറേഷനിൽ കൊണ്ടുവയ്ക്കുന്നു, കോഴിയെ ഓടിക്കുന്നു, മുട്ട ഇടിയിക്കുന്നു, ഏത്തപ്പഴം പുഴുങ്ങുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരാജയം ആര്യയുടെ തലമണ്ടയെ കെട്ടിവെക്കാൻ ഇവിടെ ആരും വിചാരിക്കും എന്ന് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. വി ശിവൻകുട്ടി മാത്രം പറഞ്ഞു. പക്ഷേ നിങ്ങൾ നിർത്തും. നിങ്ങളുടെ ഒരു യുവ നേതാവ്, മറ്റൊരു ഗായത്രി ബാബു എന്തായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്? ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ആയിരുന്നു അവർ ഇട്ടത്? പറ, എന്ത് പോസ്റ്റ് ആയിരുന്നു? അത് പിന്നെ എന്തോ അഹങ്കാരവും ഞാൻ എന്ന ഭാവവും തന്നേക്കാൾ ചെറിയവരോടുള്ള പുച്ഛവും ഇമാതിരി അഹമ്മദ് കാണിച്ചത് കൊണ്ടാണ് തിരിച്ചടി കിട്ടിയത്. ആര്യയുടെ മാതൃകാപരമായ പ്രവർത്തനം. അയ്യോ, മാതൃകാപരമായ പ്രവർത്തനം ആയതുകൊണ്ടാണ് കണ്ട CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ എല്ലാവരും കയറി ഇറങ്ങി ചീത്ത വിളിക്കുന്നത്. അവരുടെ മാതൃകാപരമായ പ്രവർത്തനം ജനങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നഗരസഭയിൽ 10-40 വർഷമായിട്ട് ഇവർ അടക്കി ഭരിച്ചിരുന്ന കോർപ്പറേഷൻ വെറും 5 വർഷത്തെ ഭരണം കൊണ്ട് 40 വർഷമായിട്ട് ഇളകാതിരുന്ന നഗരസഭ 5 വർഷം കൊണ്ട് ഇവര് മറ്റേ നവോത്ഥാനം ഉണ്ടാക്കാൻ 21 വയസ്സ് കൊണ്ടുണ്ടാക്കിയില്ലേ? ഞങ്ങളിതെങ്ങനെ സഹിക്കും? എത്ര വർഷം ഞങ്ങൾ ഭരിച്ചതാണ്. ഒരു 5 വർഷം കൊണ്ട് അവന്മാരെ കൈ കൊണ്ട് കൊടുത്തില്ലേ? സമാധാനായില്ലേ? അപ്പൊ അതെല്ലാം കഴിഞ്ഞ് 4 വഴിക്കൂടെയും ചീത്ത വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഏച്ചി ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. തിരിച്ചു വരും, 1 ഇഞ്ച് പിന്നോട്ടേക്ക് പോകില്ല. അപ്പോഴത്തേക്ക് നാട്ടുകാർ വീണ്ടും പറഞ്ഞു, അതെ, ഈ പിന്നോട്ട് പോകരുത്, ഇതേ സ്പിരിറ്റിൽ അവിടെ നിൽക്കണം, വീണ്ടും ഒരു 5 മറ്റേ സീറ്റെങ്കിലും BJPക്ക് കൊണ്ടു കൊടുക്കണമെന്ന്. നിയമത്തെ നോക്കിയത് പൂഞ്ഞില്ലേ? തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 5 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. 5 വർഷം. അയ്യോ, ഇനി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും സീറ്റ് കൊടുക്കരുതെന്നാണ് എല്ലാരും പറയുന്നത്. ആര്യ രാജേന്ദ്രൻ
ഞാൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ നോക്കാനേ പറ്റുന്നില്ല. സങ്കടം പറഞ്ഞു ആശാനെ, ഉള്ളിലൊരു വിങ്ങലാണ് ആശാനെ. എന്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോ കൈവിട്ട് പോയില്ലേ ആശാനെ. ഇതുവരെ മറ്റേ ഈ കോർപ്പറേഷന്റെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന എല്ലാ സഖാക്കളും ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിന്റെ മുന്നിൽ കൂടെ പോയത്. ഇനിയിപ്പോ സഖാക്കളെല്ലാം കൂടെ ധ്വജപ്രണാമം പറയേണ്ടി വരും. ഞങ്ങൾ തൊച്ചപ്രണാമൊന്നും പറയില്ല. ഞങ്ങൾക്ക് കാണുമ്പോ ഒരു വിഷമം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ല ഞങ്ങൾ മണങ്ങാനൊന്നും പോയില്ല കേട്ടോ. പക്ഷേ പ്രതിപക്ഷത്ത് ഞങ്ങൾ ഉണ്ടല്ലോ, കാണിച്ചു തരാം. പ്രതിപക്ഷത്ത് ഞങ്ങളില്ലേ? അവിടെ ഉണ്ടോ? പിന്നെ ഞങ്ങളുണ്ടല്ലോ, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളോട് ചെയ്തതിനൊക്കെ ഞങ്ങൾ എണ്ണി നിങ്ങൾ ചെയ്തതിനുള്ളതിൽ അവർ പണി തരാനിരിക്കുകയാണെന്നാണ് കേട്ടത്. അതായത് 5 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ നടത്തിയ അഴിമതികളെല്ലാം എടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ആണോ? എന്നല്ലേ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭരണം ഞങ്ങൾ നോക്കട്ടെ, വിലയിരുത്തട്ടെ. ഞങ്ങൾക്കും അറിയാം സമരം ഉണ്ടാക്കാനും ടൈസന്റെ മണ്ടേ കയറി പ്രതിഷേധിക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. കോർപ്പറേഷൻ പിടിച്ചപ്പോഴത്തേക്ക് അവര് മോദിനെ കൊണ്ടുവരുന്നു. അപ്പം നിങ്ങൾ PBന്ന് MA ബേബി എങ്കിലും ഇറക്കണം. അതെ, ഒരു കോർപ്പറേഷൻ ജയിച്ചപ്പോ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതാ പറഞ്ഞു, ഇവര് MA ബേബി ഇറക്കും. കേരളത്തിലെ ജനങ്ങള് ചാണകത്തിൽ ചവിട്ടില്ല. ഇത് തിരുവനന്തപുരത്ത് ചാണകം നിങ്ങളായിട്ട് കൊണ്ട് കൊടുത്തേക്കുവാണല്ലോ. ഇന്നാ ചവിട്ടിക്കോ എന്ന് പറഞ്ഞോണ്ട് ഇതും കണ്ടോണ്ട് നിയമസഭയിൽ ഇവിടെ താമരയിരിക്കുന്ന ആരും സ്വപ്നം കാണണ്ട. രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. അതെ തന്നെ, BJPയോട് എനിക്ക് പറയാനുള്ളത്, ഒരു കോർപ്പറേഷൻ കിട്ടിയെന്ന് കരുതി അങ്ങ് അഹങ്കരിക്കരുത് കേട്ടോ. കേരളത്തിലെ ജനങ്ങളാണ്, ഓർമ്മ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ ശക്തി കേന്ദ്രങ്ങളായിട്ട് മറ്റേ കൈയടക്കി വെച്ചിരുന്ന ഷൊർണൂര്, പന്തളം, മറ്റേ എന്തിനേറെ ശബരിമല വാർഡിരിക്കുന്ന പെരുന്നാട് വരെ ഇവരുടെ മറ്റേ LDF കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വിളവ്, ഈ ഉത്തരേന്ത്യയിൽ ഇറക്കുന്ന വിളവൊന്നും ഇവിടെ കേരളത്തിൽ കൊണ്ടിറക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതാ ഞങ്ങൾ പറഞ്ഞത്, ഈ കുഞ്ഞു അമ്മ അതിലെ ഐറ്റങ്ങൾക്ക് താമരയ്ക്ക് കൊണ്ടുപോയി അധികാരം കൊടുത്ത നിങ്ങളുടെ പിടിപ്പുകേടാണ്. മിണ്ടരുത് കേട്ടല്ലോ, മിണ്ടരുത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളെ ദിവ്യ ചേച്ചി ഉള്ള വാർഡിൽ ഞങ്ങൾ LDF 1000 പൂച്ചാണ്ടികൾ ഞങ്ങൾ ദിവ്യ ചേച്ചിയുടെ പ്രശ്നം അവിടെ ഏറ്റിട്ടില്ല. പക്ഷെ കേട്ടോ, പത്തനംതിട്ട നവീൻ ബാബുവിന്റെ മറ്റേ കാര്യത്തിൽ ഏറ്റായിരുന്നു കേട്ടോ. കാരണം പത്തനംതിട്ടയിൽ 8 നിലയിലാണ് പൊട്ടിയത്. പക്ഷെ ചേച്ചിയുള്ളത് കണ്ണൂരാ. കണ്ണൂർ നിങ്ങളുടെ കേന്ദ്രമാണെന്ന് ആർക്കാ അറിയാത്തത്? പക്ഷെ കണ്ണൂരിൽ ഇളകിയിട്ടുണ്ട് അടിത്തറ. പല കേന്ദ്രങ്ങളും കുന്നോത്തുപറമ്പൊക്കെ കൊണ്ടുപോയി UDF-കാര്. അതെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇതേ ജനങ്ങളാണല്ലോ അടുത്ത നിയമസഭയ്ക്ക് വോട്ടിടാൻ പോണെന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ. മര്യാദക്ക് ഇനി വിരലിലുണ്ടാവുന്ന മാസങ്ങളേ ഉള്ളൂ. മര്യാദക്ക് നിന്നാല് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെ പ്രശ്നങ്ങൾ പഠിക്കും. ഞങ്ങൾ മറ്റേ കറുപ്പ് കാണുമ്പോ ഹാലിളകുകയും കറുത്ത ഷർട്ട് ഇടുന്നവരെ മറ്റേ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ കാറി തുപ്പൊന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തില്ല. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. പക്ഷെ അതൊന്നും ഇവിടെ വില പോയില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ ജനങ്ങളിലേക്ക് അഹമ്മതി കാണിച്ചാൽ എന്താണ് അവസ്ഥ? ജനങ്ങളുടെ ചൂണ്ടുവിരലിൽ നിങ്ങളുടെ ഭാവി നക്കി ഞങ്ങൾ ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ല എന്ന് നിങ്ങൾ തന്നെ മറുപടി പറയൂ. നാട്ടുകാർ പിന്നാമ്പുറവേ കാണിച്ചു. നിയമസഭയിൽ ഉമ്മറം കാണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് നന്നാകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കപ്പിത്താൻ ഇനി വേണോ? ക്യാപ്റ്റൻ വേണോ? ഞങ്ങൾ ആലോചിക്കട്ടെ. തിരുവാതിര കളിയുടെ ആവശ്യമുണ്ടോ? വേണ്ട. അഹമ്മദി വേണ്ട. സംരക്ഷിക്കണ്ട. ഞങ്ങൾക്ക് പെൻഷൻ ക്യാഷ് ഞങ്ങൾ മര്യാദയ്ക്ക് കൊടുത്തോളാം. ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ താഴെത്തട്ടിലുള്ള വികസനം പണ്ട് കിറ്റ് കൊടുത്തതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഇത് സത്യം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ല എന്നൊന്നും അല്ല. ലൈഫ് മിഷൻ നിങ്ങൾ വികസനം 4,60,000 വീട് അത് ഈ സർക്കാർ ഉള്ളത് കൊണ്ട് നടന്ന ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ UDF-കാര് കേരളം മുഴുവൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കേണ്ട. കാര്യം എന്താണെന്നറിയാമോ? പൊട്ടന് ലോട്ടറി അടിച്ച പോലെ അത്. കാര്യം എന്താണെന്നറിയാമോ? ഇവരുടെ ജനവിരുദ്ധ വികാരം അല്ല, ഇവരുടെ ഭരണവിരുദ്ധ വികാരം. സന്മാർ പോയിട്ടു. ഭരണവിരുദ്ധ വികാരവും ശബരിമലയിൽ ഇവര് കാണിച്ച ഇരട്ടത്താപ്പും കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് ജനങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കുത്തിയതാണ്, അല്ലാതെ നിങ്ങളുടെ മാതൃക കാരണമൊന്നും അല്ല. നിങ്ങൾ ഇവിടെ മറ്റേ അങ്ങ് തള്ളിമറിച്ചത് കൊണ്ടൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ശബരിമലയാണ് പണി തരണം ദാശനെ, എപ്പോഴും ശബരിമലയാണ് പണി തരണം. വിശ്വാസത്തിൽ കയറി കളിക്കാൻ നിൽക്കരുതെന്ന് പിണറായിയോട് പറയണം കേട്ടോ. ഞങ്ങൾ ആരും വിശ്വാസം എന്ന് പറയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നു. UDF-ഉം ഇടയ്ക്ക് നിന്ന് കളിക്കുന്നു. എന്നിട്ട് ജനങ്ങളെ ഞങ്ങൾക്ക് തിരിക്കുന്നു. അതിൽ അവർ വീണു. ഞങ്ങൾ പോയി ഒരു ഹോമം നടത്തി.
നിയമസഭ കിട്ടാൻ ഹോമം നടത്തും. വിശ്വാസം തള്ളി പറയരുത്. ഹോമം ഹോമം ആ ഹോമം വേണം. കാവടി എടുത്ത് തുള്ളാൻ പറ. ശൂലം കുത്തി ഇറക്കണം. പിണറായിയുടെ മറ്റേ നാക്കിലൂടെ ശൂലം കുത്തിയിട്ട് കാവടി എടുത്ത് തുള്ളാൻ പറ. ഓട്ട് മേടിച്ച് ഞാൻ പറയാം. വേണേ തലയെ മൊട്ടടിച്ചോ. ഒന്നും മിണ്ടുന്നില്ല. നിയമസഭ കിട്ടണേ മതി. പൊക്കോ പൊക്കോ. ഒലക്കേടെ മൂട്. ഒലക്കര മൂട്.